കർണാടക കോൺഗ്രസിൽ വലിയ പ്രശ്നമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. താൽക്കാലിക വെടിനിർത്തലായിട്ടുണ്ട്. നിയമസഭയുടെ ശീതകാല സമ്മേളനം പൂർത്തിയാകും വരെ മുഖ്യമന്ത്രി മാറ്റം സംബന്ധിച്ച ചർച്ചകളില്ല. ഇനി പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കാതിരിക്കാൻ ഒരുമിച്ച് നീങ്ങുമെന്നാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. സിദ്ധരാമയ്യയും DK ശിവകുമാറും രാവിലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ മഞ്ഞുരുകൾ നടന്നത്. കർണാടക കോൺഗ്രസിലെ അടുത്തിടെ ഉയർന്ന അഭ്യൂഹങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും വിരാമമിടുകയാണ് DK ശിവകുമാറും സിദ്ധരാമയ്യയും ഇന്നത്തെ പ്രഭാത ഭക്ഷണ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമിട്ടത്. ഇതുവരെ ഉയർന്ന ആശയക്കുഴപ്പമെല്ലാം അഭ്യൂഹങ്ങളെല്ലാം ഉണ്ടാക്കിയത് മാധ്യമങ്ങളും BJPയും JDSും ചേർന്നാണ്. തങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നാണ് ഇരു നേതാക്കളും പറയുന്നത്. You'll obey. We go together. There are no differences between me and DK Shivkumar. മുഖ്യമന്ത്രി എന്തു പറഞ്ഞോ അതിനെ പിന്തുണയ്ക്കുകയാണ്, അല്ലെങ്കിൽ അതേ വാക്കുകൾ ആവർത്തിക്കുകയാണ് DK ശിവകുമാർ ഇന്ന് ചെയ്തത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഐക്യമാണ് 2028 തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ്, അതിനു മുൻപ് വരുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം പാർട്ടിയെ ശക്തിപ്പെടുത്തുക, വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് DK ശിവകുമാറും ആവർത്തിക്കുന്നു. Let they take no confidence motion or let they go any adjournment motion or let they do whatever they want. As an opposition leader, opposition party, they are bound to take any route they want. As a ruling party, we are there. They are there to oppose us. We are there to give them the answer. KC വേണുഗോപാലിന്റെ ഇടപെടലാണ് ഈ ചർച്ചയ്ക്ക് ഏറ്റവും നിർണായകമായത്. ഇരു നേതാക്കളെയും KC നേരിട്ട് ഫോണിൽ വിളിച്ചു. ഒന്നിച്ചിരിക്കണം, ഐക്യത്തിന്റെ സന്ദേശം പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുമെന്ന് KC മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. സോണിയാഗാന്ധി DK ശിവകുമാറിന് ഉറച്ച പിന്തുണയുമായി പിന്നിലുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പ്രിയം സിദ്ധരാമയ്യയോടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വരും ദിവസങ്ങളിൽ DK ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിലെത്തും. ഹൈക്കമാൻഡിന്റെ തീരുമാനം, ഹൈക്കമാൻഡിന്റെ നിലപാട് ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമാകും കോൺഗ്രസിന്റെ കർണാടകയിലെ ഭാവിയെ സംബന്ധിച്ച്. ബംഗളൂരുവിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.